ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് ദം ബിരിയാണിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ മൺചട്ടി ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ചൂടായതിന് ശേഷം നമുക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓയിലാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആൻഡ് സ്മെല്ലായിരിക്കും. പിന്നെ ഞാനിവിടെ 5 സവാള യൂസ് ചെയ്യുന്നുണ്ട്. ഈ 5 സവാള നമുക്ക് 5-6 പേർക്ക് നന്നായിട്ട് 5-7 പേർക്കൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു മസാലയാണിത്. പിന്നെ വലിയ ഉള്ളികളാണ് ഞാൻ 5 എണ്ണമായിട്ട് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് സവാളയെ നന്നായി വഴറ്റി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വഴറ്റണം. സാധാരണ ഞാൻ ബീഫ് ബിരിയാണിക്കൊന്നും ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ തന്നെ ബീഫൊക്കെ ഇട്ട് കൊടുക്കും. അത് ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇതിലോട്ടേക്ക് നമുക്ക് നല്ലോണം വഴറ്റി കിട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. കണക്ക് പറയുന്നില്ല, ജസ്റ്റ് ഒരു നിങ്ങളെ എരിവിനനുസരിച്ചിട്ടുള്ള, അപ്പോൾ പലതരത്തിലായിരിക്കില്ല നമ്മൾ പൊടിപ്പിക്കൽ. അപ്പോൾ നമുക്ക് അളവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു മൺചട്ടിയാണ് യൂസ് ചെയ്യുന്നുള്ളത്. നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലോട്ടിട്ട് നന്നായി പൊരിച്ചെടുക്കാം. ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് നമ്മുടെ സവാള നന്നായി വാടി വരുന്നുണ്ട്. അതിലോട്ടേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഓയിലിലേക്ക് ആദ്യം വെളിച്ചെണ്ണയിലേക്ക് കറിവേപ്പില പൊട്ടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും കൂടി ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. സവാള നന്നായി വഴന്ന് വരണം, എന്നെങ്കിൽ മാത്രമേ ഈ ഒരു ഫിഷ് മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവത്തില്ല. പിന്നെ അതിലോട്ടേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. നല്ല ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള ഫിഷ് ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം നല്ല നെയ്യ് മീനാണ്, അതാണ് നെയ്യ് അതിൽ നിന്ന് നന്നായിട്ട് പോരുന്നുണ്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. എല്ലാത്തിനെയും മെല്ലെ പതുക്കെ മറിച്ചെടുക്കുക. അപ്പോൾ എല്ലാം ഞാൻ മറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് അതിനെ ഒന്ന് മാറ്റി വെക്കാം. പിന്നെ കുറച്ചും കൂടിയുണ്ട്, അതെല്ലാം ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കാം. സവാളയെ ഇടയിലിടയിൽ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കി നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. കാരണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. പ്രത്യേകിച്ച് മൺചട്ടി വന്ന് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സവാള നന്നായി വഴറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ടേക്ക് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ പച്ചമുളക് ഞാൻ പേസ്റ്റ് ചെയ്തെടുക്കുന്നില്ല, അതായത് മുറിച്ചിട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് ജാറിലിട്ട് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ 5 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ 2 തക്കാളി ചേർത്തിട്ടുണ്ട്.
ഇതൊക്കെ ഇട്ട് നന്നായി തക്കാളി നന്നായി മിക്സ് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ കുറച്ച് മസാലാസ് ചേർത്ത് കൊടുക്കാനുണ്ട്. അതിന് ശേഷം നമ്മൾ ഫിഷ് ഇട്ടെടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ആ ഒരു ഗ്യാപ്പിൽ തന്നെ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള ചട്ടി അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്ത് കൊണ്ടാണ് ഞാൻ വീണ്ടും ചെയ്യാത്തത്. അപ്പോൾ നന്നായി വെന്ത് വരണം. നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. നെയ്ച്ചോറ് ഞാൻ ബിരിയാണിക്ക് ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കൽ. നമുക്ക് അതിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, പിന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച്, ആവശ്യത്തിന് നെയ്യും കൂടി ഒഴിച്ച് നമുക്ക് അതിലോട്ടേക്ക് വേണ്ടത് ഹോൾ സ്പൈസസ് ആണ്. അതായത് എല്ലാം ഇടി വേണം. അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പിലാണ്. അത് 2 ഏലക്ക, കുറച്ച് ജീരകം, വലിയ ജീരകം, ചെറിയ ജീരകം, പിന്നെ കറിവേപ്പില, പച്ചമുളക് അരിഞ്ഞത് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഞാനിപ്പോൾ ഒരു ജഗ്ഗിലാണ് ഞാൻ റൈസ് അളവ് ചെയ്തെടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ ഒരു ബൗൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ അതിൻ്റെ ഡബിളോ അല്ലെങ്കിൽ ഞങ്ങൾ കുതിർത്തി വെച്ചതാണ്. ഞാൻ ഇപ്പോൾ കുതിർത്തി വെച്ച അരിയായത് കൊണ്ട് 1.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. 1 കപ്പ് അരിക്ക് ഈ ഒരു ജഗ് അരിക്ക്, ഈ ഒരു പാട്ട അരിക്ക് ഞാൻ ആ ഒരു കപ്പിൽ തന്നെ അരി നമുക്ക് അരിക്കനുസരിച്ച് എടുക്കാം. പിന്നെ തനിമ റൈസ് ആണെങ്കിലോ ജീരകശാല ആണെങ്കിൽ നമുക്ക് 1 കപ്പിന് 1.5 കപ്പ് ഒഴിച്ചാൽ മതി. അതായത് ടൈഗർ റൈസ് ആണെങ്കിൽ പല തരത്തിലുള്ള റൈസ് ഉണ്ട്. നല്ല വേവുള്ളതാണെങ്കിൽ 2 കപ്പിന് 1 കപ്പിന് 2 കപ്പ് തന്നെ ഒഴിച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് വെന്ത് കിട്ടൂല. അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കാരണം നല്ലോണം വെന്ത് പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല, വേവാതിരുന്നാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അതായത് കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ ആവണം, എന്നെങ്കിലേ ചോറ് ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ മസാല നന്നായി തക്കാളിയൊക്കെ അടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ടേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ചേർത്തെടുത്ത് കുറച്ച് മുളക് പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നോർമലി ഞാൻ ബീഫിനോ ചിക്കനോ മട്ടനോ ഞാൻ മറ്റേ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊന്നും ചേർക്കാറില്ല. ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. അതായത് നമുക്ക് ബീഫിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാറില്ല, മല്ലിപ്പൊടി ചേർക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ച് മൂപ്പിച്ചെടുക്കുക. നമ്മൾ വെള്ളം ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ വെള്ളം നന്നായി അതായത് തിളച്ച് മറിയുന്നുണ്ട്. നമുക്ക് അതിലോട്ടേക്ക് കുറച്ച് ഞാൻ ഒരു ചെറുനാരങ്ങ നന്നായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം നല്ലോണം ഊറ്റിയിട്ട് വേണം ഇടാൻ. വെള്ളം അതായത് ഡ്രൈ ആക്കാതെ ഇട്ട് കൊടുത്താൽ നമ്മൾ ചോറ് നന്നാവില്ല. അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മസാലയിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവ് തോന്നിയുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ടേസ്റ്റ് ലാസ്റ്റ് ഒരു മൊമെൻറ്റിൽ ടേസ്റ്റ് എന്തായാലും നോക്കുക. കാരണം എരിവൊക്കെ കറക്റ്റ് ഉണ്ടോയെന്ന്. എരിവ് കറക്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫിഷും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക അതിലോട്ടേക്ക്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത് മസാലനെ അതിൻ്റെ മേലെ കോരി ഇട്ട് കൊടുക്കലാണ്. കാരണം നന്നായി തിളച്ച ആ ഒരു മസാല നമ്മളെ ഫിഷിൻ്റെ അകത്തോട്ടേക്ക് കയറണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നുള്ളത്. നല്ല ടേസ്റ്റാണ്, പറയുന്നതിനെന്താ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. നല്ല ബിരിയാണിയാണ്. അതുകൊണ്ടാണ് ഈ ഒരു അതായത് നമ്മൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ ആ ഒരു റെസിപ്പി നിങ്ങളുമായി ഷെയർ ചെയ്യൽ. ഇത് നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് കമൻറ്റ് ഫീഡ്ബാക്കിലൂടെ അറിയിക്കുക. പിന്നെ ഈ ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് പക്ക സക്സസ് റെസിപ്പിയാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ചോറ് കാണുമ്പോൾ തന്നെ, റൈസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് അതായത് ക്ലോസ് ചെയ്ത് അരയിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിം ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ 2 പ്രാവശ്യം ജസ്റ്റ് തുറന്ന് നോക്കിയാൽ മതി. ലാസ്റ്റ് അതായത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിന് മുമ്പായിട്ടൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മാത്രം മതി. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഉപ്പിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട്. ഉപ്പും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ ഇതിലേക്ക് ദം ചെയ്യുന്നത് ഒരു വെറൈറ്റി രീതിയിലാണ്. കുറച്ച് ക്യാരറ്റ് നമ്മൾ വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് പെപ്പർ പൗഡർ, പിന്നെ ഗരം മസാലയും കൂടി
ആ ഒരു ഗ്യാപ്പിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ചോറ് അതിൻ്റെ മേലെ കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് നെയ്യ് വേണമെങ്കിൽ 2 ലെയറിലും തൂവി കൊടുക്കുക. പക്ഷേ ഞാൻ കുറേ നെയ്യ് ഒഴിച്ചിട്ടില്ല. സെക്കൻഡ് ലെയറിലും നമ്മൾ പെപ്പർ പൗഡറും പിന്നെ മല്ലിച്ചപ്പും പുതിനയുടെ ഇലയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത്. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ അതിന് പകരമായിട്ട് ക്യാരറ്റും കറിവേപ്പിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മേലോട്ടേക്ക് ചെറുനാരങ്ങൻ്റെ നീരും കൂടി ചേർത്ത് നമുക്ക് ദം ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ദം എന്ന് പറയുന്നത് ഒരു 15 മിനിറ്റ്സെങ്കിലും ദം ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്ക് ദം പൊട്ടിച്ചെടുക്കുക. അപ്പോൾ ചോറ് ഞാൻ അതേ പാത്രത്തിലോട്ടേക്ക് തന്നെ എടുക്കുന്നുണ്ട്, കാരണം ഇല്ലെങ്കിൽ മസാല നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മാറ്റി നല്ല ടേസ്റ്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. മെല്ലെ മെല്ലെ എടുക്കുക, ഇല്ലെങ്കിൽ മസാല ഒക്കെ അതിലോട്ടേക്ക് പോരും. പിന്നെ ഫിഷൊക്കെ ഇളകി വരും. ഫിഷാകുമ്പോൾ നമ്മളെ ചിക്കനും മട്ടനും പോലെ വലിയ കട്ടി ഉണ്ടാവില്ലല്ലോ. പക്ഷേ വെന്താൽ മട്ടനായെങ്കിലും പെട്ടെന്ന് ഊരിപ്പോരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ഫിഷ് ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്ത് നമുക്ക് ഒരാൾക്കും കൂടി കൊടുക്കാനുണ്ട് അപ്പുറത്തെ വീട്ടിൽ. അപ്പോൾ നമ്മൾ കുറച്ച് ചോറ് കൂടുതലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നന്നായി ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ